ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തമ്പലയിൽ കണ്ടിട്ടുണ്ടാവും. രാഹു കേതുക്കളുടെ മാറ്റം ഏതൊക്കെ കൂറുകാർക്ക് അനുകൂലമാണ് എന്നുള്ള വീഡിയോസായിരുന്നു തമ്പലയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അത് പറയാൻ കാരണം എന്ന് പറയുന്നത്. ഇതിന് മുമ്പായിട്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്താ പറയുക, തമ്പുലൈനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 18-ാം തീയതി വൈകിട്ടോടെ രാഹു കേതുക്കൾ മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കും ആൻറ്റി ക്ലോക്ക് ബേസ് ആയിട്ടാണ് ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുക. ഗ്രഹങ്ങളല്ല, ഈ രാഹു കേതുക്കൾ എന്ന് പറയണ ഒരു വസ്തുത അങ്ങനെ തന്നെ പറയാൻ പറ്റും സഞ്ചരിക്കുന്നത്. അതായത് എല്ലാവരും പറയണത് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണ്. അപ്പോൾ ഇന്ന പോലെ സഞ്ചരിക്കുകയാണ്. അപ്പം ഓരോ കൂറുകാർക്കും, അതായത് കുറച്ച് വലിയതായിട്ടില്ല, ഞാൻ യൂട്യൂബിൽ ഒരു കുറച്ച് വീഡിയോസ് കണ്ട്. അപ്പോൾ അതിൽ എന്തോ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് പേരുടെ ഗ്രൂപ്പുണ്ട്. മറ്റേ ഈ പറയണ നമ്മളുടെ രാഹുകേതുക്കളെ മാറ്റം വളരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജയോഗം, കീർത്തി, പ്രശസ്തി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ 1-2 വീഡിയോസിൽ എനിക്ക് സെലക്റ്റീവായ വീഡിയോസിൻ്റെ 1-2 ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അത് നിങ്ങളിലേക്ക് അത് അറിയിക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാവണം എന്ന് തോന്നി. ഇവർ തന്നെ ഈ കണ്ടകശനി, ഏഴരശനി, ജന്മശനി എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ അതേ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാജയോഗം പറയണതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്നുള്ളൊരു വസ്തുതയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം എൻ്റെ പരിമിതികൾക്ക് വെച്ചിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇനിയും നിങ്ങൾ ഇതേപോലെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ വരെ എത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളികൾക്ക് എന്ന് പറയണത് വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, വിവരമുണ്ട്, പണമുണ്ട്, എന്നാൽ 10 പൈസയുടെ ചിന്തിക്കാനുള്ള ബോധം ഈ മലയാളി എന്ന് പറഞ്ഞ ആൾക്കാർക്കില്ല. എവിടെ എന്ത് ഫ്രീ ആയിട്ട് കേൾക്കുന്നതോ കിട്ടണതോ അവിടെ ഓടിച്ചെന്ന് കയറും. അത് അന്നദാനായാലും ശരി, കല്യാണമായാലും ശരി, എന്തായാലും ശരി. ഞാൻ എൻ്റെ കമൻറ്റൊന്ന് വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ പറയേണ്ടത് പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിലും അവിടെ ചെന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ, അപ്പോൾ ഞാൻ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കമൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സ് എല്ലാം ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അതായത് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ജ്യോതിഷ ഗ്രൂപ്പിൽ ആളുടെ മുഖം പോലും വ്യക്തമാക്കുന്നില്ല. ഈ ബ്ലാങ്കായിട്ട് കുറച്ച് ഈ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ അത് വെച്ചിട്ട് മറ്റേ ആൾ സംസാരിക്കുന്ന വോയിസ് മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇവർ യഥാർത്ഥ ജ്യോതിഷികളാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറയണത് കറക്റ്റാണ്, ഇവർ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കണം. അല്ല, ഇത് കമൻറ്റ് നമുക്കൊരു അഭിപ്രായം, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊരു സംശയം ചോദിക്കുമ്പോൾ ആ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഓണാക്കിയിട്ടാലല്ലേ നമുക്ക് മറ്റവർക്ക് സംശയം ചോദിക്കുള്ളൂ. എന്തിന് ഇത് ചെയ്യണം, ഇവർ മറച്ചു വെക്കണോ? അപ്പോൾ ഇതിനു വേണ്ടി മറ്റൊരാൾ ഇതിന് വിമർശനമായിട്ട് വരും എന്നുള്ള ചിന്താബോധം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, ഇനി ഈ 1.5 വർഷ കാലയളവ് രാഹു കേതു ആൻറ്റി ക്ലോക്ക് ബേസ് സഞ്ചരിക്കുകയാണ്. ഏതൊക്കെ കൂറുകാർക്കാണ് അനുകൂലമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സത്യാവസ്ഥയും എന്താണ് നമുക്ക് നോക്കാം. അപ്പം ദുർഗ യൂട്യൂബിൽ കാണുന്ന മുമ്പ് തന്നെ, ഈ വീഡിയോസ് അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കണു, കമൻറ്റ് പ്രതീക്ഷിക്കണു. കണ്ടതിന് ശേഷം കമൻറ്റും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റ് തീർച്ചയായിട്ടും എന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആയ ഒരു കമൻറ്റ് തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഒരു രാശി ചാർട്ട്, ഉദാഹരണമല്ല, ഒരു രാശി ചാർട്ട്. ഇതാണ് ഞാൻ ഇന്നലെ ഒരു ഗ്രൂപ്പിൽ യൂട്യൂബിൽ കണ്ട കുറേ വീഡിയോസ് കണ്ടു. അതിൽ എല്ലാത്തിലും ഇത് തന്നെയാണ് പറയണത്. രാഹു കേതുക്കൾ എന്താ പറയുക, രാജയോഗം, ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു പോയ ആൾക്കാർ, അവർ തമ്മിലെ എന്താ പറയുക, അവർ പിരിഞ്ഞു പോയിട്ട് വേറെ താമസിക്കാൻ വരുന്ന സമ്പ്രദായമാണ് പറയണത്. അതേപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരിച്ചു കിട്ടും, വിദേശവാസം എന്നൊക്കെയാണ് പറയുന്നത്. അന്ന് രാഹു കേതു എന്ന ഗ്രഹം അത്യന്തം പവർഫുള്ളായ ഒരു കാര്യങ്ങളാണ് പറയണത്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം.
അതായത് ഇന്നലെ ഞാൻ കണ്ട ഒരു ഗ്രൂപ്പിൽ എന്ന് പറയുന്നത്, അത് ഗ്രൂപ്പിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അതിന് കാരണം വെച്ചാൽ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാണ്. പിന്നെ നിങ്ങൾ അതിന് ചോദ്യം ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾ മറ്റുള്ളവരുടെ പേര് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് പറഞ്ഞിട്ട് അത് വിമർശിക്കുന്നത് വലിയൊരു നല്ലതല്ല. കാരണം അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ വലിയൊരു പണ്ഡിതനായിട്ടായിരിക്കും ഇയാൾ പറഞ്ഞതൊക്കെ അറിയാം, ഇയാൾ ഒരു ഗ്രൂപ്പിനെ ആ കുറ്റം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ആ ഗ്രൂപ്പിൽ വന്നത്, ഞാൻ ഈ വീഡിയോസിൽ വന്നിട്ട് നിങ്ങൾ വായിൽ തോന്നിയതല്ല പറയണത്. യഥാർത്ഥ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ കൂടെ വന്നിട്ട് എന്തെങ്കിലും വായി തോന്നി വിളിച്ച് പറയണ്ടാവും. ഇതെല്ലാം കൃത്യമായ ഞാൻ വാച്ച് ചെയ്ത് ഓരോ വീഡിയോസ് കണ്ട് അത് ഏതൊക്കെ രീതിയിലാണ് അത് ഇങ്ങനെയാണോ സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളതും കൂടി അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നോക്കൂ, ഇവിടെ ചന്ദ്രൻ മേടത്തിൽ, ഇതാണ് ഈ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു അത് ആ കൂറിൽ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ മിഥുനക്കൂറ്, കന്നിക്കൂറ്, ധനുക്കൂറ്, മേടക്കൂറ്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ ഇതേ ഒരു 1.5 വർഷ കാലയളവ് ശുക്രൻ ഈ 1.5 വർഷ കാലയളവ് നമ്മുടെ ശനി വന്നിരിക്കുന്നത് കന്നി രാശിയിലായിരുന്നു. സർപ്പൻ മീനൻ രാശിയിലായിരുന്നു. അപ്പം ഈ 1.5 വർഷ കാലയളവ് ഇവർ അതായത് ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ ക്ലോക്ക് ബേസിൽ മേടം, മിടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം ക്ലോക്ക് ബേസിലാണ് സഞ്ചരിക്കുന്നത്. രാഹു സർപ്പനും ആന്റി ക്ലോക്ക് ബേസ്, അതായത് ചിങ്ങത്തിലാണെങ്കിൽ അടുത്ത കർക്കിടകം വരും, മിഥുനം വരും, ഇടവം വരും, മേടം വരും. ഇങ്ങനെ ആന്റി ക്ലോക്ക് ബേസിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ ആചാര്യന്മാർ ഗ്രഹണം കണ്ടുപിടിക്കാനുള്ള കേന്ദ്ര ബിന്ദു ആയിട്ട് മാത്രമേ ഇവരെ പരിഗണിച്ചിട്ടുള്ളൂ. അല്ലാതെ ഗ്രഹനിലയിൽ, നമ്മൾ ജനിച്ച ഗ്രഹനിലയിൽ സർപ്പൻ മിഴുങ്ങുക, തലയും വാലും സർപ്പം മിഴുകുക, തലയും വാലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഗതിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹു കേതുക്കൾ മാത്രമാണോ ഈ രവി, ചന്ദ്ര, സൂര്യചന്ദ്രന്മാരും 7 ഗ്രഹങ്ങളും രാഹു കേതുക്കൾ മാത്രമാണോ ഈ ഗാലക്സിയിൽ ഗ്രഹങ്ങളായിട്ടുള്ളത്? മറ്റു ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, ഒട്ടനവധി ഗ്രഹങ്ങളുണ്ട്. അവരൊക്കെ എടുത്തിട്ട് ഈ ഗ്രഹനിലയിൽ എടുത്തിട്ടിട്ട് ഫലം പറഞ്ഞുകൂടെ? ഇല്ല. ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ഗ്രഹണം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ആചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇപ്പോൾ ശനി നിൽക്കുന്ന ഉദാഹരണം കേട്ടോ ഞാൻ പറയണത്. ഇവിടെ ചന്ദ്രൻ മേടം കൂറുകാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം, ഇവർക്ക് ചന്ദ്രന്റെ 11-ൽ സർപ്പൻ വന്നു കഴിഞ്ഞു. 12-ലായിരുന്നു, ഇപ്പോൾ 11-ൽ വന്നു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് സർവ അഭിവൃദ്ധി എന്നാണ് പറയുന്നത്. അതായത് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം, ചന്ദ്രൻ നിൽക്കുന്ന രാശി കൂറാണ് പറഞ്ഞത്. ചന്ദ്രൻ മേടക്കൂറിൽ നിൽക്കുമ്പോൾ ഈ കുംഭം രാശിയിൽ നമ്മുടെ സർപ്പൻ വരുമ്പോൾ ഈ 1.5 വർഷ കാലയളവ് സർവ അഭിവൃദ്ധിയാണ്, ധനവരവാണ്, ബിസിനസ്സിൻ്റെ നേട്ടമാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ജോലി സംബന്ധമായിട്ട് പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഒരു മേൽനോട്ടം ഉണ്ടാകും. അതേപോലെ തന്നെയാണ് പറയുന്നത്, പുതിയ ബിസിനസ് നമ്മുടെ എന്താ പറയുക പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങാനൊക്കെ നല്ല സമയമാണ്. വരവിൻ്റെ സ്ഥാനമാണ്. നിങ്ങൾ കടം കൊടുത്ത പണം തിരിച്ച് കിട്ടാനുള്ള സമയമാണ് എന്നാണ് ഈ അശ്വതി, ഭരണി, കാർത്തികത്തിൽ മേടക്കൂറുകാർക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ശനി ചന്ദ്രന്റെ 12-ലാണ് നിൽക്കുന്നത്. ചന്ദ്രന്റെ 12-ൽ നിൽക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ഇപ്പോൾ 7 ശനി കാലഘട്ടമാണ്. മേടക്കൂറുകാർക്ക് ഇപ്പോൾ 7 ശനി കാലഘട്ടമാണ്. ഇനി 2027 കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.5 വർഷം, അതായത് 2025 മുതൽ 2027 വരെ ഇനിയിപ്പോൾ 7 ശനിയാണ്. അത് കഴിഞ്ഞിട്ട് 7 ശനി എന്ന് പറയുന്നത് ചന്ദ്രന്റെ 12-ൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ, ചന്ദ്രന്റെ 2-ൽ, ഈ 3 രാശിയിൽ മീനം, മേടം, ഇടവം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ 7 ശനിയാണ്. ഇതേ ജ്യോതിഷികൾ തന്നെയാണ് പറയണത്. അതായത് 7 ശനി, ദുരിതം, കഷ്ടകാലം, ഭാര്യാകലഹം, ഭർത്തൃമരണം,
ജോലി തടസ്സം, സാമ്പത്തിക നഷ്ടം, പിന്നെ അതേപോലെ തന്നെ ഈ സ്ഥാനഭ്രംശങ്ങൾ, സന്താനങ്ങൾക്ക് ദുരിതം, വീഴ്ചകൾ, ആക്സിഡൻറ്റുകൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ മേടക്കൂർ അപ്പോൾ ഇതിൻ്റെ ഒന്ന് സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാൻ കൃത്യമായിട്ട് അവർ പറയുന്ന വീഡിയോസിൻ്റെ ഒരുപാടുണ്ട്. ഞാൻ ചില വീഡിയോസിൻ്റെ അതുകൊണ്ടാണ് നക്ഷത്രം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഇതിന് 7.5 ഒരു അതേ ആൾക്കാർ തന്നെ, അതേ ജ്യോതിഷികൾ തന്നെ ഇതിന് 7.5 ശനി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രന്റെ കൂറിൽ 11 സർപ്പൻ വരുമ്പോൾ സർവ്വ അഭിവൃദ്ധിയും പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ഏതാണ് ഒരു 7.5 ശനിയും പറയുന്നുണ്ട്, സർപ്പം വന്നപ്പോൾ സർവ്വ അഭിവൃദ്ധിയും പറയുന്നുണ്ട്. അപ്പോൾ 7.5 ശനീൻ്റെ ഫലം കിട്ടും, ദോഷവും ചെയ്യും, സർപ്പന്റെ ഗുണം കിട്ടുമോ? ഇതെന്തൊരു അടിസ്ഥാനപരമായിട്ടാണ് ഒരാൾക്ക് 2 ഫലം? ഇത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഇപ്പോഴും പറയണത് നിങ്ങൾ ഇനിയെങ്കിലും ബോധവാൻ ആയിരിക്കണം എന്നറിയപ്പെടുന്നു. 7.5 വർഷം അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം, ഇവിടെ ഇനി 7 വർഷം 7.5 ശനിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് സർപ്പൻ ചന്ദ്രന്റെ കൂറിൽ 11 വരുമ്പോൾ സർവ്വ അഭിവൃദ്ധിയും പറയുന്നുണ്ട്, 7.5 ശനിയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഞാൻ വെറുതെ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് വ്യൂസ് കിട്ടാനൊന്നും അല്ല ഞാൻ ഇതിടുന്നത്. നിങ്ങൾക്ക് സത്യാവസ്ഥ ഇനിയെങ്കിലും ബോധവാന്മാരായിട്ടൊന്ന് ചിന്തിക്കും. കാരണം ഇനിയും വരുന്നുണ്ട്, അടുത്തത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മനസ്സിലായാലും നിങ്ങൾക്ക് 7.5 ശനിക്കാർക്ക് അതായത് മേടക്കൂറുകാർക്ക് 7.5 ശനിയുമാണ്. ചന്ദ്രന്റെ 11 സർപ്പൻ വരുമ്പോൾ സർവ്വ അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറയുന്നത് അസംബന്ധമായ കാര്യം. നിങ്ങൾക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണോ ഈ രാഹു കേതുക്കൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? രാഹു കേതു 1.5 വർഷമായിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഇതിനു മുമ്പ് ഇവർ ആന്റി ക്ലോക്ക് വൈസ് സഞ്ചരിച്ചിട്ടില്ലേ? അപ്പോഴൊക്കെ എല്ലാവർക്കും ഗുണമാണ് കിട്ടുക. എന്നിട്ട് ഈ പറയുന്ന അശ്വതി ഭരണി കാർത്തിക ഈ 3 നക്ഷത്രക്കാരുള്ളോ ഈ ലോകത്തുള്ളത്? അങ്ങനെ നോക്കാണ്ട് ഈ അശ്വതി ഭരണി കാർത്തിക 1-ാം പാദക്കാർക്ക് ലോകത്തിൽ എത്ര പേരുണ്ട്? എത്ര നക്ഷത്രക്കാരുണ്ട്? അവർക്കൊക്കെ ഈ പറഞ്ഞ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ സാമാന്യ രീതിയിൽ പറയുന്നത്. ഒരു വ്യക്തി തന്നെ 2 ഫലം, ഒരു ഗുണവും പറയുന്നു, ഒരു ദോഷവും പറഞ്ഞു. 7 ശനി കൊണ്ട് ഗുണം പറഞ്ഞു, ഈ രാഹു കേതുവിൻ്റെ മാറ്റം കൊണ്ട് ഗുണവും പറഞ്ഞു. ഇത് രണ്ടും കൂടി എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുക. അടുത്തത് പറയാനുള്ളത് അതെ ചന്ദ്രൻ മിഥുനക്കൂറുകാർക്ക് എന്ന് പറയുന്നത് ചന്ദ്രൻ 9, അതായത് മകീരം, അര, തിരുവാതിര, പുണർ, ഈ പറയണ നക്ഷത്രക്കാർക്ക് 9, 10, 11, 12 9ലൂടെ സഞ്ചരിക്കുമ്പോൾ സർവ അഭിവൃദ്ധി പറയുന്നു. അതായത് ചന്ദ്രൻ മിഥുനൻ രാശിയിൽ നിൽക്കുക, മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രം. അപ്പോൾ ഇവർക്ക് 9ലൂടെ സഞ്ചരിക്കുമ്പോൾ പിതാവിൽ നിന്നുള്ള വരുമാനം, പിതാവിൻ്റെ സ്വത്തുക്കൾ, അതായത് പിതാവിൻ്റെ തറവാടുപരമായിട്ട് കിട്ടാനുള്ള പണം വരവ്, അതേപോലെ തന്നെ ഭാഗ്യം, ദയ, ധർമ്മം, ഉപാസനകൾ, ഇതെല്ലാം ഇപ്പോൾ ഇതുവരെ നടന്ന ക്ലേശങ്ങളെല്ലാം ഇവർക്ക് ഇപ്പോൾ വളരെ അനുകൂലമായിട്ട്. കാരണം 9 കൊണ്ടാണ് ഭാഗ്യം, ദയ, പുണ്യം, പിതാവിനൊക്കെ ചിന്തിക്കുമ്പോൾ മുൻജന്മ പുണ്യങ്ങളൊക്കെ ഇപ്പോൾ വന്നു ചേരും എന്ന് സർവ്വ രീതി നല്ല രീതി. എന്താ പറയണ, ഒരാൾ ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അട്രാക്ഷൻ ആവുകയാണ് ആ വീഡിയോ. അതേപോലെയുള്ള രീതിയിൽ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം നോക്കണു, ഈ മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 10ലാണ് ശനി. നിങ്ങൾ കാണുന്നാവും. അതെ 1, 2, 3, 4, 5, 6, 7, 8, 9 10ലാണ് ശനി. 10ൽ ശനി പറയുമ്പോൾ ഇപ്പോഴത്തെ ജ്യോതിഷം എന്താ പറയണത്? കണ്ടക ശനി 2.5 വർഷം കൊണ്ടേ പോകുള്ളൂ. ഈ 7.5 ശനിയുടെ കണ്ടക ശനി എന്ന് പറഞ്ഞാൽ തീർന്നു. അതായത് 7.5 ശനിയും കണ്ടക ശനി ആയല്ലോ, ഈ രണ്ടുമായി. കണ്ടക ശനിക്കാർക്കാണ് ഇപ്പോൾ ഈ രാഹു കേതുക്കളുടെ സഞ്ചാരം വെച്ചിട്ട് ഗുണം പറയണത്. അതേപോലെ തന്നെയാണ് ഇതേ ഫലം തന്നെയാണ് ശിഖി സഞ്ചരിച്ചാലും പറയുന്നത്. ഉപജയ രാശിയിലാണ് ശിഖി നിൽക്കുന്നത്, ചന്ദ്രന്റെ ഉപജയ രാശിയിൽ. ഇവിടെ ചന്ദ്രന്റെ 1, 2, 3, 4, 5 ഒരു ത്രികോണ രാശിയിലും ഒരു ഉപജയ രാശിയിലുമാണ് ഈ ശിഖി നിൽക്കുന്നത്. ഇതേ ഫലം തന്നെയാണ് ഇവർ ശിഖിക്കും പറഞ്ഞിരിക്കുന്നത്. അതായത് ചന്ദ്രൻ മിഥുനത്തിൽ നിൽക്കുക, 3ൽ ഉപജയ രാശിയിൽ സഞ്ചരിക്കുകയാണ്. 3-ാം ഭാവം കമ്മ്യൂണിക്കേഷൻ ഭാവമാണ്, സാഹസിക പ്രവർത്തനങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഈ ശിഖിനെ കൊണ്ട് കിട്ടും. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ചന്ദ്രന്റെ
10ലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ കണ്ടക ശനി ഇവിടെ ശിഖിയുടെ 10, അപ്പോൾ ഈ നമ്മുടെ ഈ ചന്ദ്രന്റെ 3ലും. അപ്പം ഇവര് പറഞ്ഞിരിക്കുന്ന സർവ്വ അഭിവൃദ്ധി, അത് ഞാൻ പറഞ്ഞില്ലേ, പിതാവിന്റെ ധനസ്വത്തുക്കൾ, ഭാഗ്യം, ദയ, പുണ്യം, സർവപരമായിട്ടുള്ള, അതായത് നമ്മൾ മുൻജന്മപരമായിട്ട് ദോഷങ്ങളൊക്കെ മാറി സർവ്വ അഭിവൃദ്ധി വരും എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഒരു ഗ്രഹനില എൻ്റെ ബുക്കിൽ ഒരെണ്ണം വരച്ച് നോക്കിയിട്ട്, അപ്പോൾ ഈ രാശിക്കാർക്ക് ഇവർ കണ്ടകശിനിയല്ലേ പറഞ്ഞത്, ഇപ്പം എങ്ങനെ അഭിവൃദ്ധി വരുന്നത്? അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലായി. ഇനിയും അത് അടുത്ത ഒരു കാര്യം കൂടി, ഇതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ സംഗതിയില്ല, വെറുതെ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നതിൽ മായാപ്പടുവായ ജ്യോതിഷികൾ ചെയ്യണതാണ് എന്ന് മനസ്സിലാക്കും. കാരണം നിങ്ങൾ ഒരുപാട് പേരുടെ വീഡിയോസ് ഇപ്പോൾ ഈ രാഹുമാറ്റത്തിൻ്റെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വീണ്ടും വളരെ ശ്രദ്ധിക്കുക. ഇതേ രാശിക്ക് തന്നെയാണ് പറഞ്ഞത് വിഷുഫലം പറഞ്ഞ ഒരു ടീം പറഞ്ഞത്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടു കഴിഞ്ഞപ്പം, അതിൽ ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പം ഇതിലെന്തോ ഒരു ശരികേട്, കുറേ നോക്കുകയാണെങ്കിൽ പറയാൻ നേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിലെന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ക്ലേശങ്ങളെല്ലാം മാറി നല്ല അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് പറയണത്. അടുത്തത് പറയണത് കന്നിക്കൂർ, ഉത്രം, അത്തം, ചിത്തിര. ഇവിടെ കുറെ കാലും രണ്ടും ഒക്കെ വരുന്നുണ്ട്, അതൊന്നും പറയുന്നില്ല. ചിങ്ങക്കൂർ, ഈ ധനുക്കൂർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഉത്രം, അത്തം, ചിത്തിര ഈ പറയുന്ന ഇവിടെ വരുന്ന നക്ഷത്രക്കാർക്ക്, മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് നേരെ 7ലാണ്. അപ്പോൾ ഇവിടെ മിഥുനക്കൂർക്ക് കണ്ടകൻ വന്നു, കന്നിക്കൂറുകാർക്കും കണ്ടകൻ വന്നു. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, അതായത് ചന്ദ്രൻ കന്നി നിൽക്കെ അതിൻ്റെ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉപജയ രാശിയാണ്. 6 കൊണ്ടാണ് ഇവർ 6ാം ഭാവത്തിൽ വരുമ്പോൾ ഈ രാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് ഈ പൊതുവെ 6 എന്ന് പറയുന്നത്. പക്ഷെ ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത് 6ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ശത്രുക്കളുടെ നാശമാണ് പറയുന്നത്. നമുക്ക് എത്ര വലിയ ശത്രുക്കൾ ഉണ്ടെങ്കിലും അത് എന്താ പറയുക, മുച്ചോട് മുടിഞ്ഞ് നമ്മളെ നാട് വിട്ടും പോകുന്ന പറയുന്നത്. വേറെ ഒന്നും പറഞ്ഞു, ശത്രുക്കളെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. ശത്രുക്കൾ ഉണ്ടാവില്ല എന്ന്, എത്ര ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുക്കൾ. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ശനിയുടെ സഞ്ചാരം 8ലൂടെ സഞ്ചരിക്കുമ്പോഴും മരണം, ദുഃഖം, വേർപാട്, സ്ഥാനഭ്രംശം എല്ലാം അഷ്ടമത്തിലാണ്. 8 എന്ന് പറയുന്നത് മരണം, ദുഃഖം, വേർപാടെല്ലാം പറയുന്നത്. പക്ഷെ ഇവിടെ സർവ്വ അഭിവൃദ്ധിയും പറയുന്നുണ്ട്, നല്ല നല്ല ഐശ്വര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഈ മിഥുനക്കാരോട് പറയുന്നത്. അത് മാത്രം നോക്കൂ, ഈ സർപ്പനെ പിടിച്ച് പറഞ്ഞു, ഈ ചിങ്ങത്തിൽ ശിഖിനെ പിടിച്ച് അവരൊന്നും പറഞ്ഞില്ല. ഈ ചന്ദ്രൻ ഇവിടെ വന്നപ്പോൾ സർവ്വ 6 വന്നപ്പോൾ ജയരാശിന്റെ അനുകൂലം വന്നു. ധനുരാശി, കന്നിരാശിയിൽ വന്നു കഴിഞ്ഞപ്പോഴോ ശരി 12ലാണ്. അവിടെ ആ ഫലം പറഞ്ഞിട്ടില്ല. അതിനാണ് ഞാൻ 2, 3 പ്രാവശ്യം വീഡിയോസ് കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പെല്ലിംഗ് വ്യത്യാസം. കാരണം ചന്ദ്രൻ്റെ 12ൽ ശിഖി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആ ശിഖിക്ക് ഒരു എന്താ പറയുക, ഒരു ദോഷവും പറഞ്ഞിട്ടില്ല. അതായത് ഒരു ദോഷമല്ല, ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ്. കാരണം ശിഖി 12ൽ പോയി കഴിഞ്ഞാൽ ദുഃഖമാണ് കൊടുക്കുന്നത്. അവിടെ ശിഖി 12ൽ ദുഃഖമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ ഈ സർപ്പനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ഒരാളുടെ പറയണത് മൂലം, പൂരാടം, ഉത്രാടം, അതായത് ധനുക്കൂറുകാർക്ക്. മൂലം, പൂരം, ഉത്രാടം, ധനുക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് ഇപ്പോൾ ഇതുവരെ പറയുന്ന ജ്യോതിഷികൾ കൂറുഫലം വെച്ച് പറയുമ്പോൾ. അപ്പം നോക്കൂ, മിഥുനക്കൂറുകാർക്ക്, കന്നിക്കൂറുകാർക്ക്, ധനുക്കൂറുകാർക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഈ മീനക്കൂറുകാർക്ക്, മേടക്കൂറുകാർക്കൊക്കെ ഇപ്പോൾ കണ്ടകശനി കാലഘട്ടം, മേടശനി കാലഘട്ടം, അഷ്ടമിശന കാലഘട്ടമാണ്. അതായത് ചിങ്ങക്കാർക്കും അഷ്ടമ ശനി കാലഘട്ടമാണ്. അപ്പോൾ മൂലം, പൂരാടം, ഉത്രാടം ചന്ദ്രന്റെ 3ലാണ്. അതായത് ചന്ദ്രൻ ഈ ധനുക്കൂറിൽ നിൽക്കുക, അതിന്റെ 3ലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെയും അതേപോലെ തന്നെ ചന്ദ്രന്റെ 9ലൂടെ ആയിരിക്കും ശിഖി സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ ധനുക്കൂറിൽ നിൽക്കുക, അതിന്റെ 9, അതിന്റെ 3. അപ്പോൾ 9, 3 എന്ന് പറയുന്നത് രണ്ടും ഉപജയ രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ 3ാം ഭാവം ഞാൻ പറഞ്ഞ പോലെ സഹോദരങ്ങളുടെ ഗുണങ്ങളൊക്കെ കിട്ടും, അഭിവൃദ്ധി ഉണ്ടാകും, നല്ല ഒരു മേൽനോട്ടമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞത്. പക്ഷേ അതേ ഈ ജ്യോതിഷത്തിൽ പറയുന്നത് കണ്ടകശനി പറഞ്ഞു. ശനിനെ കൊണ്ട് ദോഷം പറയുന്നുണ്ട്. അതേ ശനി 2.5 വർഷമാണ്, വളരെ പതുക്കെ മെല്ലെ, ഏറ്റവും മന്ദഗതി. അതാണ് ശനിയെ പറയുന്നത് ചനൈശ്ചരൻ എന്ന് പറയുന്നത്. ചനൈശ്വരൻ
ആ ശനൈ എന്ന് പറഞ്ഞാൽ മെല്ലെ, ശരൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, മെല്ലെ സഞ്ചരിക്കാൻ. അത് പിൻകാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശനീശ്വരൻ എന്നാക്കി. അതിനെ പിടിച്ചൊരു മീശയും കത്തിയും വാളൊക്കെ കൊടുത്തിട്ട് ശനീശ്വരദേവനാക്കി. ഇതാണ് ശനി. ശരിക്കും ഒരു ദേവനല്ല, ഒരു ഗ്രഹം മാത്രമാണ്. ഈ ശനീനെ പിടിച്ചിട്ട് അത് ശനൈശ്വരൻ, മെല്ലെ സഞ്ചരിക്കുന്നു. അതിനെ പിടിച്ചിട്ടാണ് പിൻതലമുറക്കാർ വന്നിട്ട് മീശയും താടിയും ഒരു കൊടുവാളൊക്കെ കൊടുത്തിട്ട് ശനീശ്വരനാക്കി. പലയിടത്തും പല രീതിയിലുള്ള പ്രതിഷ്ഠയാണ്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ വേറെ രീതിയിൽ കാണും, കേരളത്തിൽ പോകുമ്പോൾ ശനീശ്വരൻ വേറെ രീതിയിൽ കാണും. അങ്ങനെ പല ജില്ലയിൽ പല വ്യത്യസ്തകൾ ശനീശ്വര രൂപങ്ങളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം ധനുക്കൂറ്, മിഥുന, ചിങ്ങ, കന്നി, ധനു, മീനം, മേടം ഇവർക്കൊക്കെ ഇപ്പോൾ ഈ നമ്മുടെ രാഹു ശിഖി സഞ്ചരിക്കുന്ന കാലഘട്ടം എല്ലാവരും സർവ്വ അഭിവൃദ്ധിയാണ് പറയണത്. ഒരു ദോഷം പറയുന്നില്ല. അതായത് എത്ര എത്ര കുഴി കിടക്കുന്നവന് സർവ്വ അഭിവൃദ്ധിയോട് കൂടി വരുന്ന് പറഞ്ഞ് പോഴത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് കൂടെ. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതേ വ്യക്തികൾ തന്നെയാണ് ഈ മിഥുനക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും ധനുക്കൂറുകാർക്കും ഈ അതുപോലെ ചിങ്ങക്കൂറുകാർക്കും മേടക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കൊക്കെ 7.5 ശനി പറഞ്ഞും കണ്ടകശനി പറഞ്ഞും ഈ ജന്മശനി പറഞ്ഞും അഷ്ടമശനി പറഞ്ഞു വെക്കുന്ന ആൾക്കാർ തന്നെ ഇതേ ദോഷം പറഞ്ഞിട്ട് ഇതേ വ്യക്തികൾക്ക് ഗുണവും പറയണു. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നു. കാരണം ഞാൻ കൂടുതലായിട്ട് വലിപ്പിച്ച് നീട്ടുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഈ വീഡിയോസ് എത്രമാത്രം കാണുമോ എന്നറിയില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ വ്യക്തമായിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരാളല്ല ഇത് പറയുന്നത്, ഒരുപാട് പേര് ഇതേപോലെ പറയുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് കൂടെ വന്നിട്ട് വായി തോന്നി വിളിച്ച് പറയണത് ജ്യോതിഷമാവില്ല. നിങ്ങൾ ഇതിന് പുറകെ എത്ര പേരാണെന്നറിയോ, എത്ര സെക്കൻഡ്, അതായത് ഒരു മണിക്കൂറിനുള്ളിൽ 3000-4000 വ്യൂസ് അതേപോലെ കയറുകയാണ്. എത്ര പേരെ സപ്പോർട്ട് ചെയ്യണം. ഇനിയെങ്കിലും നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു, മലയാളികൾ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് എന്ത് കേൾക്കണോ, ഫ്രീ ആയിട്ട് എന്ത് കിട്ടണോ, അല്ലെങ്കിൽ അമ്പലമായാലും പള്ളിയായാലും അന്നദാനമായാലും അവിടെ ഓടിച്ചെന്ന് കയറും എന്ന സാമാന്യ രീതിയിൽ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്താ വെറും പടുകുഴിയിലേക്ക് വന്ന് ചാടുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാം ഫ്രീ കിട്ടി മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ തിരുമേനി സാറേ എന്തൊക്കെ ഇതേപോലെ നല്ല നല്ല അറിവ് ഒരു മണിക്കൂർ കൊണ്ടാണ് 2000, 3000, 4000 വ്യൂസ് ഒക്കെ കയറി വരികയാണ് ഇങ്ങനെ പറയുമ്പോൾ. എന്നിട്ട് ഇന്ന് സാധാരണക്കാരെ നിങ്ങൾ മനസ്സിലാക്കി ഈ പറയുന്ന കണ്ടകശനി 7 ശനിക്ക് ഇത്രയും ദോഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ രാഹു കേതുവിനോട് അഭിവൃദ്ധി പറയുമ്പോൾ എന്തെങ്കിലും ലോജിക്കുണ്ടോ ചിന്തിച്ച് ബോധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.